ഗായകൻ സുബീൻ ഗാർഗിൻ്റെ മരണത്തിൽ ദുരൂഹത കൂടുന്നു. സിംഗപ്പൂരിൽ വെച്ചാണ് സുബീൻ ഗാർഗ് മരിച്ചത്. സ്കൂബ ഡൈവിങ്ങിനിടെ മരണം സംഭവിച്ചുവെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. ഗായകൻ്റെ മരണം സ്കൂബ ഡൈവിങ്ങിനിടെ അല്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കടലിൽ നീന്തുന്നതിനിടെ മുങ്ങി മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സെൻറ്റ് ജോൺസ് ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ മുങ്ങി മരിച്ചെന്നാണ് സിംഗപ്പൂരിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും സുബീൻ ഗാർഗിൻ്റെ ഭാര്യ ഗരിമ ആവശ്യപ്പെട്ടിരുന്നു. മൃതദേഹം പുറത്തെടുത്ത് 2ാം തവണ പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. മരണം അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. അതിനിടെ മരണവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. സുബീൻ ഗാർഗിൻ്റെ ബാൻഡ്മേറ്റ് ശേഖർ ജ്യോതി ഗോസ്വാമി, ഗായിക അമൃത് പ്രഭ മഹന്ത എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റ് 2 പേരെ കൂടി മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സുബീൻ ഗാർഗിൻ്റെ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ മാനേജർ ശ്യാംകാനു മഹന്ത എന്നിവരെയാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. ഇരുവർക്കുമെതിരെ ഗൂഢാലോചന, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനാണ് സുബീൻ ഗാർഗ് സിംഗപ്പൂരിലെത്തിയത്. സെപ്റ്റംബർ 19 മരണം നടന്ന ദിവസത്തെ പാർട്ടിയിൽ സുബീനൊപ്പം ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ 2 പേരും ഉണ്ടായിരുന്നു. സുബീൻ ഗാർഗ് കടലിൽ നീന്തുമ്പോൾ ഒപ്പം ഗോസ്വാമി ഉണ്ടായിരുന്നു. ഇവർ നീന്തുന്ന ദൃശ്യങ്ങൾ ഗായിക മഹന്ത ഫോണിൽ പകർത്തുകയും ചെയ്തു. 6 ദിവസം ചോദ്യം ചെയ്ത ശേഷമാണ് ഗോസ്വാമിയെയും മഹന്തയെയും അറസ്റ്റ് ചെയ്തത്. മേഘാലയയിലാണ് സുബീൻ ജനിച്ചത്. ഇമ്രാൻ ഹഷ്മി അഭിനയിച്ച് 2006 പുറത്തു വന്ന ഗാങ്സ്റ്റർ എന്ന സിനിമയിലെ ഗാനം സബീനെ ഏറെ ശ്രദ്ധേയനാക്കി. ഗുവാഹത്തിക്ക് സമീപം സോണാപൂരിലാണ് സുബീൻ ഗാർഗിനെ സംസ്കരിച്ചത്. പ്രിയ ഗായകന് വിട നൽകാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് സംഗീതാർച്ചനകൾ നടത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത 4ാമത്തെ വിലാപയാത്രയായി ഇത് ലിംക ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു.